ഹായ് ഓൾ, നമ്മുടെ HSST ബോട്ടണി ലൈവ് വർക്ക്ഷോപ്പിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, അതായത് ഡേ 1-ലെ ടോപ്പിക്കായ എംബ്രിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് CSIR-ന്റെയും അതുപോലെ തന്നെ നമ്മളുടെ HSST മുൻവർഷ എക്സാംസിന്റെയും സെറ്റ് എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരു ഷോർട്ട് സെഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേ 1-ലെ വർക്ക്ഷോപ്പായ എംബ്രിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ HSST ബോട്ടണി എക്സാം എന്ന് പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസോ അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു എക്സാം ആണ്. സെറ്റിന്റെ ലെവലോ നെറ്റിന്റെ ലെവലോ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല HSST ബോട്ടണി എന്നുള്ളത്. അപ്പൊ നമ്മളെ ഇന്നത്തെ ക്ലാസ് കൺസിഡർ ചെയ്യുമ്പോൾ മൈക്രോസ്പോറോജനസിസും മെഗാസ്പോറോജനസിസും രണ്ട് ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൈക്രോസ്പോറോജനസിസ് ആകുമ്പോൾ പോളൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മെഗാസ്പോറോജനസിസിൽ നിന്നാണ് ധാരാളം ക്വസ്റ്റ്യൻസ് വരണത് പൊതുവെ. അപ്പോൾ മെഗാസ്പോറോജനസിസും മൈക്രോസ്പോറോജനസിസും ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്തത്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മെഗാസ്പോറോജനസിസ് ദ മെഗാസ്പോർ മദർ സെൽ ഇസ്, അതായത് മെഗാസ്പോറോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ മെഗാസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. A haploid cell that forms the embryo sac. A diploid cell that undergo meiosis to produce 4 haploid megaspore. A haploid cell that provide nourishment to the megaspore. A cell that degenerate after producing 3 functional megaspore. അപ്പോൾ എന്താണ് മെഗാസ്പോർ മദർ സെൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ a haploid cell that forms the embryo sac. എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്ന ഹാപ്ലോയിഡ് സെല്ലിനെ പറയുന്നത് മെഗാസ്പോർ എന്നാണ്, അല്ലാതെ മെഗാസ്പോർ മദർ സെൽ എന്നുള്ളതല്ല. ഇനി അടുത്ത ഓപ്ഷൻ, a diploid cell that undergoes meiosis to form 4 haploid megaspore. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഇനീഷ്യൽ സെൽ ഉണ്ടാകും, അതാണ് ആർച്ചിസ്പോറിയൽ സെൽ. ഈ ആർച്ചിസ്പോറിയൽ സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. മെഗാസ്പോർ മദർ സെല്ലിന്റെ പ്ലോയിഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്, 2n കണ്ടീഷൻ. അപ്പൊ ആദ്യം ഇവിടെ ഫസ്റ്റ് മിയോസിസ് അണ്ടർഗോ ചെയ്യും, അപ്പോ ഇറ്റ് ബിക്കംസ് 2 സെൽഡ്. ഇനി സെക്കൻഡ് മിയോസിസ് അണ്ടർഗോ ചെയ്യും ആൻഡ് ഇറ്റ് ബിക്കംസ് 4 സെൽഡ്. ഇതെല്ലാം വിൽ ബി എ ഫോം ലൈക്ക് ടെട്രാഡ്. ടെട്രാഡ് ലൈക്ക് ആയിരിക്കും, 4 സെല്ലുണ്ട്, ഒന്നിച്ചായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ഈച്ച് സെൽ പ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം എന്താണ്? മിയോസിസ് ഡിവിഷൻ ആണ്, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് കൊണ്ടിട്ടാണ് ദേ പ്രൊഡ്യൂസ് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർ. അപ്പോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മെഗാസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. മിയോസിസ് 1ഉം മിയോസിസ് 2ഉം കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ ആണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഇസ് ട്രൂ. ഇനി അടുത്തത് സി ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഹാപ്ലോയിഡ് സെൽ ദാറ്റ് പ്രൊവൈഡ് നറിഷ്മെന്റ് ടു അതർ മെഗാസ്പോർ. ഹാപ്ലോയിഡ് സെൽ ദാറ്റ് പ്രൊവൈഡ് നറിഷ്മെന്റ് ടു അതർ മെഗാസ്പോർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡീജനറേറ്റ് ആകുന്ന മെഗാസ്പോർസ് ആയിരിക്കും, അല്ലാതെ മെഗാസ്പോർ മദർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാപ്ലോയിഡ് അല്ല ഒന്നാമത്തെ കേസിൽ, ആൻഡ് ദാറ്റ് ഡു നോട്ട് പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദി മെഗാസ്പോർസ്. ഇനി അടുത്തത് ഓപ്ഷൻ ഡി, എ സെൽ ദാറ്റ് ഡീജനറേറ്റ് ആഫ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് 3 ഫങ്ഷണൽ മെഗാസ്പോർ. 3 ഫങ്ഷണൽ മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെല്ല് ഡീജനറേറ്റ് ആവും, അതിനെയാണോ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നത്? അല്ല, ആ ഒരു ഓപ്ഷനും തെറ്റാണ്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. മെഗാസ്പോർ mother cell is a diploid cell that undergo meiosis to form 4 haploid megaspore. അടുത്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ പ്രീവിയസ് HSST എക്സാമിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. an example of tetrasporic embryo sac. ടെട്രാസ്പോറിക് എംബ്രിയോ സാക്ക് ഏതാണെന്ന് നോക്കണം. ആദ്യത്തത് അലിയം ടൈപ്പ് ആണ്. അലിയം ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈസ്പോറിക് എംബ്രിയോ സാക്ക്. അതുപോലെ ഡ്രൂസ ടൈപ്പ് എന്ന് പറയുന്നത് ടെട്രാസ്പോറിക് ആണ്. അത് ഒരു 16 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്ക് ആണ് ഈ പറയുന്ന ഡ്രൂസ ടൈപ്പ്. പിന്നെ പോളിഗോണം ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മോണോസ്പോറിക് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ആണ്, 8 ന്യൂക്ലിയേറ്റഡ്.
അതുപോലെ നമ്മുടെ ഈനോത്തിറ എന്ന് പറയുന്നത് മോണോസ്പോറിക് ആണ്, ദാറ്റ് ഇസ് 4 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോ സാക്ക് ആണ് ഈനോത്തിറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സാധാരണഗതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ CSIR എക്സാം ആയാലും HSST, സെറ്റ്, കേട്ടറ്റ് എല്ലാത്തിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എംബ്രിയോ സാക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും എംബ്രിയോ സാക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോണം കേട്ടോ. അടുത്തത് പാലിനോളജി ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പാലിനോളജി സ്റ്റഡീസ് ഓഫ് പോളൻ ആൻഡ് സ്പോർസ് ഇൻ ഹണി. അതായത് ഹണിയിൽ കാണുന്ന പോളന്റെയും സ്പോറിന്റെയും സ്റ്റഡീനെ എന്താ പറയുന്നത്? ബേസിക്കലി പാലിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ്. പോളൻ ഗ്രെയിനിന്റെ സ്റ്റഡീനെയാണ് ഈ പറയുന്ന പാലിനോളജി എന്ന് പറയുന്നത്. അപ്പൊ എൻഡമോ പാലിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ്, പോളിനേറ്റിംഗ് ഏജന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. ഇനി കോപ്രോ പാലിനോളജി എന്ന് പറയുന്നത് ഡങ്കില് വളരുന്ന ഡങ്കില് കാണുന്ന പോളൻ ഗ്രെയിൻസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് കോപ്രോ പാലിനോളജി എന്ന് പറയുന്നത്. ഫോറൻസിക് പാലിനോളജി എന്ന് പറയുന്നത് നമ്മുടെ ക്രിമിനൽ കേസുകളിലൊക്കെ അതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള കേസുകളിലൊക്കെ വരുന്ന പോളൻ ഗ്രെയിൻ, അൺഫോർച്ചുനേറ്റ്ലി വരുന്ന പോളൻ ഗ്രെയിനിന്റെ സ്റ്റഡിയാണ് നമ്മുടെ ഈ പറയുന്ന ഫോറൻസിക് പാലിനോളജി എന്ന് പറയുന്നത്. ഇനി മെലീസോ പാലിനോളജി ഉണ്ട്, ദാറ്റ് ഇസ് ഹണിയിൽ കാണുന്ന പോളൻ ഗ്രെയിൻ. ഹണിയിൽ കാണുന്ന പോളൻ ഗ്രെയിന്റെ സ്റ്റഡീനെയാണ് മെലീസോ പാലിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻഡിമിയോൺ ടൈപ്പ് എംബ്രിയോസാക് ഫോർമേഷനെ പറ്റിയാണ്. വാട്ട് ഇസ് എൻഡിമിയോൺ ടൈപ്പ് എംബ്രിയോസാക് ഫോർമേഷൻ? ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് in this type micropylar dyad cell participate in the formation of embryo sac. അടുത്തത് 4 megaspore nucleus divide twice resulting in total 16 nuclei which become more or less evenly distributed. അടുത്ത ഓപ്ഷൻ embryo sac is derived from micropylar megaspore of the tetrad forming 4 nucleate. In this type chelacil dyad cell participate in the formation of embryo sac. അപ്പോൾ നമുക്ക് ബേസിക്കലി എൻഡിമിയോൺ ടൈപ്പ് നമുക്കറിയാം, ഇറ്റ് ഇസ് ബൈസ്പോറിക് എംബ്രിയോസാക്. ബൈസ്പോറിക് എംബ്രിയോസാക്കിന്റെ ഒരു എക്സാമ്പിൾ ആണ് എൻഡിമിയോൺ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൈക്രോപൈലാർ റീജിയനിലുള്ള ഡയാഡ് ആണ്. ബൈസ്പോറിക് ആവുമ്പോൾ 2 സെല്ല് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെ. അപ്പോ ഇവിടെ മൈക്രോപൈലാർ റീജിയനിലുള്ള ഡയാഡ് ആണ് എംബ്രിയോസാക് ഫോർമേഷനിൽ വരുന്നത്. അപ്പോ എൻഡിമിയോൺ ടൈപ്പിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ 4 മെഗാസ്പോർ ന്യൂക്ലിയസ് ട്വൈസ് ഡിവൈഡ് ചെയ്ത് 16 ന്യൂക്ലിയേറ്റഡ് ആയിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരുന്നത്, എംബ്രിയോസാക്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി വരുന്നത് പെനിയ ടൈപ്പിലാണ്. അതുപോലെ എംബ്രിയോസാക് ഇസ് derived from micropylar megaspore of the tetrad forming 4 nucleated എന്ന് പറയുന്നത് ഈനോത്തിറയിലാണ്. അടുത്ത ഓപ്ഷൻ ഇൻ ദിസ് ടൈപ്പ് chelacil dyad participate in the formation of embryo sac. അത് അലിയം ടൈപ്പിലാണ്. chelacil dyad ബൈസ്പോറിക് ആണ്, 2 ന്യൂക്ലിയസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അലിയം ടൈപ്പിലാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എൻഡിമിയോൺ ടൈപ്പ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് നമ്മളൊരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തത് വാട്ട് വുഡ് ബി ദ നമ്പർ ഓഫ് ക്രോമോസോം ഇൻ എൻഡോസ്പേം of the plant with 42 chromosome at the root tip. അപ്പൊ റൂട്ട് എന്ന് പറയുന്നത് സൊമാറ്റിക് സെൽ ആണ്. അപ്പൊ അതിന്റെ പ്ലോയിഡി വിൽ ബി 2n, അതായത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോ റൂട്ടില് 42 ആണ് ക്രോമോസോം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഹാപ്ലോയിഡ് സെറ്റ് എങ്ങനെയായിരിക്കും? 21 ആയിരിക്കും. അപ്പോ പിന്നെ നമ്മൾ പറയുന്നത് എൻഡോസ്പേം ആണ്. എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്? 3n ആണ്. ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റൂട്ട് ടിപ്പിൽ 42 ആണെങ്കിൽ നമ്മുടെ എൻഡോസ്പേമിൽ എത്ര നമ്പർ ഓഫ് ക്രോമോസോം കാണും? ദാറ്റ് ഇസ് 3n, ദാറ്റ് ഇസ് ഈക്വൽ ടു 3 × 21, ദാറ്റ് ഇസ് 63. എൻഡോസ്പേമിൽ കാണുന്ന ക്രോമോസോം വിൽ ബി 63 ക്രോമോസോം ആണ് എൻഡോസ്പേമിൽ കാണപ്പെടുന്നത്. ഇത് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നമുക്ക് ഒന്ന് ആലോചിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഈസി ആയിട്ടും സോൾവ് ചെയ്യാൻ പറ്റുന്ന തരം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലോയിഡി ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ പ്ലോയിഡി ഓഫ് ഓവറി, ആന്തർ, എഗ്,
പോളൻ, മെയിൽ ഗ്യാമേറ്റ് ആൻഡ് സൈഗോട്ട് എന്താണ്? അപ്പൊ ആദ്യത്തത് ഓവറിയുടെ പ്ലോയിഡി ആണ്. ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിപ്ലോയിഡ് ഇൻ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ 2n ആണ് ഓവറിയുടെ പ്ലോയിഡി എന്ന് പറയുന്നത്. ആന്തർ സെൽ, ആന്തർ എന്ന് പറയുന്നതും ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. പിന്നീട് ആന്തറിൽ ഡിവിഷൻ കഴിഞ്ഞ് മിയോസിസ് കഴിഞ്ഞ് വരുന്ന ഗ്യാമേറ്റ്സ് ആണ് എന്ത് വരുന്നത്? ഹാപ്ലോയിഡ് ആയിട്ട് വരുന്നത്. അടുത്തത് എഗ് ആണ്. എഗ് എന്ന് പറയുന്നത് മിയോസിസിന് ശേഷം ഫോം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോ എഗ് വിൽ ബി ഹാപ്ലോയിഡ്. ഇനി അടുത്തത് മെയിൽ ഗ്യാമേറ്റ് ആണ്. മെയിൽ ഗ്യാമേറ്റ് നമ്മളിപ്പോ പറഞ്ഞു, അതായത് ആന്തറിലെ ആർച്ചിസ്പോറിയൽ സെൽസ് മിയോസിസിന് ശേഷം ഫോം ചെയ്യുന്നതാണ് നമ്മളുടെ മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൽ ഗ്യാമേറ്റ് വിൽ ബി ഹാപ്ലോയിഡ്. ഇനി സൈഗോട്ട് ആണ്. സൈഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്നതാണ്. അതായത് നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ്ഗും അതുപോലെ മെയിൽ ഗ്യാമേറ്റിന് ശേഷം വരുന്നതാണ്. അപ്പം രണ്ട് ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള മെയിൽ ഗ്യാമേറ്റും എഗ്ഗും കൂടെ ഫെർട്ടിലൈസ് ചെയ്ത് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് സൈഗോട്ട്. അപ്പൊ സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, അപ്പൊ ഓവറിയുടെ പ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഡിപ്ലോയിഡ്, ആന്തർ ഇസ് ഡിപ്ലോയിഡ്, എഗ് ഇസ് ഹാപ്ലോയിഡ്, പോളൻ ഇസ് ബേസിക്കലി പോളൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അല്ലെ, പോളനും ഹാപ്ലോയിഡ് ആണ്. പിന്നീട് വരുന്നത് മെയിൽ ഗ്യാമേറ്റ് ആണ്. മെയിൽ ഗ്യാമേറ്റും ഹാപ്ലോയിഡ് ആണ്. സൈഗോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്, അതായത് എഗ്ഗും മെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് വരുന്നതാണ്. സോ സൈഗോട്ട് വിൽ ബി ഡിപ്ലോയിഡ്. ഇതാണ് ബേസിക് പ്ലോയിഡി ലെവൽ. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഓവറിയുടെ മാന്തറിന്റെ ഒക്കെ പ്ലോയിഡി ലെവൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏരിയയുമാണ്. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, ധാരാളം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ എംബ്രിയോളജി പഠിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.